ഹായ് വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. സോ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ ഒരു ഇക്വേഷൻ, കാഥോഡ് റിയാക്ഷനും ആനോഡ് റിയാക്ഷനും കൃത്യമായിട്ട് പഠിക്കണം. നാളത്തെ പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ പബ്ലിക് പരീക്ഷയ്ക്കോ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സോ ആ ഒരു ഇക്വേഷൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലേ, ആനോഡ് റിയാക്ഷൻ, കാഥോഡ് റിയാക്ഷൻ, നെറ്റ് റിയാക്ഷൻ, ഇലക്ട്രോലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ഈ ഇലക്ട്രോലൈറ്റ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ഓക്കെ, ഇലക്ട്രോലൈറ്റ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. 38% H2SO4. ബാക്കിയുള്ള ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും നെറ്റ് റിയാക്ഷനും ഞാനിപ്പോൾ എങ്ങനെയാണ് ഞാൻ പഠിച്ച രീതിയിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഓക്കെ, സോ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു നോട്ട്ബുക്ക് എടുത്ത് കൃത്യമായിട്ട് പഠിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതായത് മക്കളെ, ഈ പറഞ്ഞ ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഇൻവെർട്ടറിൽ ഒക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ബാറ്ററീസിനെയാണ് എന്ത് പറയുക, ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്ന് പറയുക. അപ്പോൾ ഈ ലെഡ് സ്റ്റോറേജ് ബാറ്ററിക്കകത്ത് നിങ്ങൾക്കറിയാം ഒരു ആനോഡ് ഉണ്ടാകും അല്ലേ, ആനോഡ് ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു കാഥോഡും ഉണ്ടാകും. ആനോഡും ഉണ്ടാകും, കാഥോഡും ഉണ്ടാകും. അപ്പോൾ ആനോഡിൽ നിങ്ങൾക്കറിയാം PB ആണ് നമ്മൾ ഉപയോഗിക്കുക, ലെഡാണ് ഉപയോഗിക്കുക. കാഥോഡിൽ PbO2 ആണ് ഉപയോഗിക്കുക. ആനോഡിൽ PBയും കാഥോഡിൽ PbO2 ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, അതായത് PB ആയാലും PbO2 ആയാലും ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും, PbSO4 ആയിരിക്കും. ഈ കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം. അതായത് PB ആയാലും PbO2 ആയാലും ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് എപ്പോഴും PbSO4 ആയിരിക്കും. ഓക്കെ, ഈ കാര്യം എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോണം. PB ആയാലും PbO2 ആയാലും ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും, PbSO4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമേ പറയുന്നത് ആനോഡ് റിയാക്ഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആനോഡ് റിയാക്ഷനിൽ നിങ്ങൾക്കറിയാം PB എന്തായിട്ട് മാറും, PbSO4 ആയിട്ട് മാറും. അപ്പോൾ PbSO4 ആവുന്ന സമയത്ത് നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കുമ്പോൾ അറിയാം, PB ലെഫ്റ്റ് സൈഡിലുണ്ട്, റൈറ്റ് സൈഡിലും ഒരു PB ഉണ്ട്. റെഡി അല്ലേ? ഇനി നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ബാക്കിയൊന്നുമില്ല. റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ പക്ഷേ എന്തുണ്ട്, SO4 ഉണ്ട്. റൈറ്റ് സൈഡിൽ SO4 ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ലെഫ്റ്റ് സൈഡിൽ SO4 വരണ്ടേടാ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്ത് കൊടുക്കണം, SO4 ആഡ് ചെയ്ത് കൊടുക്കണം. SO4 2- ആഡ് ചെയ്ത് കൊടുക്കണം. റെഡി? യെസ്. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, PBയുടെ ഓക്സിഡേഷൻ നമ്പർ, ഇത് നിങ്ങൾ പറയണേ, നിങ്ങൾ കെമിസ്ട്രി ഒക്കെ പഠിക്കുന്ന ആളുകളല്ലേ. PB ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ PBയുടെ ഓക്സിഡേഷൻ നമ്പർ എത്ര വരിക, 0 അല്ലേടാ വരിക? യെസ്, 0 ആണ് വരിക. അപ്പോൾ ഞാനിവിടെ എഴുതി PBയുടെ ഓക്സിഡേഷൻ നമ്പർ 0. ഇനി PbSO4 ആവുന്ന സമയത്ത് PbSO4ൽ PBയുടെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ് വരിക അല്ലേ, +2 എന്ന് പറഞ്ഞാൽ ഇവിടെ 0യിൽ നിന്ന് ഏത് രൂപത്തിലേക്ക് പോയി, +2 രൂപത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ഇലക്ട്രോൺസ് നഷ്ടപ്പെടുത്തി, 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെടുത്തിയില്ലേ. ഈ 2 ഇലക്ട്രോൺസ് എവിടെ എഴുതി കൊടുക്കുക, റൈറ്റ് സൈഡിൽ എഴുതി കൊടുക്കുക. ബിക്കോസ് എന്തുകൊണ്ടാണ് റൈറ്റിൽ എഴുതണേ, ഇലക്ട്രോൺസ് നഷ്ടപ്പെടുത്തുക ചെയ്യണേ അല്ലേ. ഈ പറഞ്ഞ റിയാക്ഷൻ നടന്നതിന് ശേഷം 2 ഇലക്ട്രോൺസിന് നഷ്ടപ്പെടുത്തി, അതുകൊണ്ട് ഇത് റൈറ്റ് സൈഡിലേക്ക് എഴുതുക. റെഡി? ഈ കാണുന്നതാണ് നമ്മുടെ എന്ത് ഇക്വേഷൻ, ആനോഡ് റിയാക്ഷൻ. എന്ത് റിയാക്ഷൻ, ആനോഡ് റിയാക്ഷൻ. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ ആനോഡ് റിയാക്ഷൻ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, കിട്ടിക്കഴിഞ്ഞു. റെഡി? ആനോഡ് റിയാക്ഷൻ നിങ്ങൾ ഈ ഡയഗ്രത്തിലേക്ക്, ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കോ. കറക്റ്റ് അല്ലടാ, PB + SO4 2- ഗീവ്സ് PbSO4 +2 ഇലക്ട്രോൺ. കറക്റ്റാണ്, നമ്മൾ കണ്ടുപിടിച്ചു. വളരെ സിമ്പിളായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ബൈ ഹാർട്ടൊന്നും പഠിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. റെഡി? ഇനി നമ്മൾ കാഥോഡ് റിയാക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, കാഥോഡ് റിയാക്ഷനിൽ ഞാൻ പറഞ്ഞു PbO2 ഡയറക്റ്റ്ലി എന്തായിട്ടാണ് മാറുക, PbSO4 ആയിട്ടാണ് മാറുക എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ PbO2 PbSO4 ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും PB ഉണ്ട്, റൈറ്റ് സൈഡിലും PB ഉണ്ട്. റെഡി അല്ലേ? ഇനി നമുക്ക് O2ൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്ക് SO4 നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ. റൈറ്റ് സൈഡിൽ SO4 ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ലെഫ്റ്റ് സൈഡിൽ എന്ത് വേണ്ടി വരും, SO4 വേണ്ടി വരില്ലേ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം, SO4 ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, SO4 2- ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിവിടെ നോക്കുമ്പോൾ PB ഓക്കെ ആയി, PB ഓക്കെ ആയി, SO4 2- ഓക്കെ ആയി, SO4 2- ഓക്കെ ആയി. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓക്സിജനാണ്. ഓക്സിജൻ്റെ കേസിൽ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോണം. ഓക്സിജൻ്റെ കേസിൽ ഓക്സിജൻ നമുക്ക് ഡയറക്റ്റ്ലി ഒരു സ്ഥലത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഓക്സിജനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഏത് രൂപത്തിലാണ്, വാട്ടറിൻ്റെ രൂപത്തിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ റിഡോക്സ് റിയാക്ഷനകത്ത് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, റിഡോക്സ് റിയാക്ഷൻസ് എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൽ ബാലൻസിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്സിജനെ നമുക്ക് ഡയറക്റ്റ്ലി ആഡ് ചെയ്യാൻ പറ്റില്ല, പകരം വാട്ടറിനെ ആഡ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ വാട്ടറിന് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കുറവുള്ള സൈഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിങ്ങൾ നോക്കിയേ എത്ര ഓക്സിജനാണ് ഉള്ളത്, 2 ഓക്സിജൻ. അപ്പോൾ 1 ഓക്സിജൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ 1 വാട്ടർ വേണമായിരുന്നു. ഇനി 2 ഓക്സിജൻ ആണെങ്കിലോ, O2 ആണെങ്കിലോ 2 വാട്ടർ വേണ്ടി വരും. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എവിടെ ആഡ് ചെയ്ത് കൊടുക്കണം, യെസ്, റൈറ്റ് സൈഡിൽ എത്ര വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും, 2 വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും.
ക്ലിയർ ആണോ? 2 വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ 2 വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇവിടെ ഹൈഡ്രജൻ കൂടുതലായിട്ട് വന്നു അല്ലേ. ഈ ഭാഗത്താണെങ്കിൽ ഹൈഡ്രജൻ ഇല്ല, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഹൈഡ്രജൻ ഇല്ല, റൈറ്റ് സൈഡിൽ എന്ത് ചെയ്തു? 4 ഹൈഡ്രജൻ വന്നു. അപ്പോൾ 4 ഹൈഡ്രജൻ വരുന്ന സമയത്ത് നിങ്ങൾ റിഡോക്സ് റിയാക്ഷൻ പഠിച്ചിട്ടുള്ള പിള്ളേരായതുകൊണ്ട് നിങ്ങൾക്കറിയാം ഇവിടെ ലെഫ്റ്റ് സൈഡ് എവിടെയാണോ കുറവുള്ളത് അവിടെ എന്ത് ചെയ്യണം? 4H+ അയോണുകൾ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഈ 4H+ അയോണും കൂടാതെ 2 ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം? സ്വീകരിച്ചിട്ടായിരിക്കും ഈ പറഞ്ഞ റിയാക്ഷൻ നടക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും നിങ്ങളുടെ ചെയ്യാൻ കിട്ടി എന്ന് വിചാരിക്കുന്നു. സോ ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് കേട്ടോ. അല്ലാതെ ബൈ ഹാർട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് മിസ്സാവുന്ന സമയത്ത് ബാക്കിയുള്ളത് കൂടി എന്ത് ചെയ്യാൻ പറ്റും? എഴുതാതിരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ പല കുട്ടികളും ലെഡ് സ്റ്റോറേജ് ബാറ്ററി ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. സോ അങ്ങനെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സോ ഈ ഒരു റിയാക്ഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? ഇതിന്റെ നെറ്റ് റിയാക്ഷൻ എഴുതാം. നെറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ലെഫ്റ്റ് സൈഡും ഈ പറഞ്ഞ ലെഫ്റ്റ് സൈഡും തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇവിടെ ഒരു PB ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു PbO2 ഉണ്ട്, അതുപോലെ എന്തുണ്ട്? 2 SO4 ഉണ്ട്, അതുപോലെ 4H+ ഉണ്ട്, അതുപോലെ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും PB. ഫൈനൽ ഇക്വേഷൻ ആണ്, ഓവറോൾ ഇക്വേഷൻ ആണ് ഞാൻ എഴുതുന്നത്. PB ഓക്കെ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡുകൾ ആഡ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡ് നിങ്ങളൊന്ന് ആഡ് ചെയ്തിട്ട് പറഞ്ഞേ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? PB + PbO2 അല്ലെ, PB + PbO2 പ്ലസ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ 2 SO4- അതുപോലെ 4H+ ഉണ്ട് അല്ലേ. ഈ SO4- H+ ഒക്കെ കൂടി ചേർന്നിട്ട് എന്താവും എന്നറിയോ? 2 H2SO4, അതായത് സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് അവിടെ മാറും. ഓക്കെ, 2 H2SO4 ആയിട്ട് മാറും. കൂടാതെ 2 ഇലക്ട്രോൺസ് ഉണ്ടായിട്ടുണ്ട്. ഈ 2 ഇലക്ട്രോൺസ് റിയാക്ഷൻ നടന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയോ? ഇനി എന്ത് ചെയ്യണം? റൈറ്റ് സൈഡുകൾ തമ്മിൽ ആഡ് ചെയ്യണം. ഓക്കെ, ഈ റൈറ്റ് സൈഡുകൾ തമ്മിൽ ഇവിടെ PbSO4 ഉണ്ട്, ഇവിടെയും PbSO4 ഉണ്ട്. അപ്പോൾ എത്ര PbSO4 ആയി? 2 PbSO4 ആയി. അപ്പോൾ നമുക്ക് കിട്ടി 2 PbSO4. ഇനി ഇവിടെ 2 വാട്ടർ ഉണ്ട്, അതുപോലെ 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ നമ്മൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇവിടെ 2 വാട്ടർ ഉണ്ട്, അതുപോലെ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി നിങ്ങൾ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് നോക്കിയേ. ലെഫ്റ്റിലും 2 ഇലക്ട്രോൺസ് ഉണ്ട്, റൈറ്റിലും 2 ഇലക്ട്രോൺസ് ഉണ്ട്. നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞൂടെ? യെസ്, കട്ട് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ആ 2 ഇലക്ട്രോൺസ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഓവറോൾ ഇക്വേഷൻ കൃത്യമായിട്ട് കിട്ടും കേട്ടോ. റെഡി? ഓവറോൾ ഇക്വേഷൻ എല്ലാവർക്കും കിട്ടി എന്ന് വിചാരിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? ലെഡ് സ്റ്റോറേജ് ബാറ്ററിക്കകത്ത് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, സോ ഇങ്ങനെയാണ് ഞാൻ പഠിച്ച രീതിയിലാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ മറ്റേതെങ്കിലും മെത്തേഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യുക. ഏതാണ് നിങ്ങൾക്ക് എളുപ്പം, ഏതാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുക, ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക കേട്ടോ. സോ ഞാൻ പഠിച്ച രീതിയിലാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഡെറിവേഷൻ ആണോ അതുപോലെ കാൽക്കുലേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണോ വേണ്ടത് എന്നുള്ളത് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ഞാൻ എത്തിച്ചു തരാം. സോ അത് കൃത്യമായിട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം ഉണ്ടാവണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ പരീക്ഷ അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യണം. ഓക്കെ, സോ മറ്റൊരു വീഡിയോയിൽ അടിപൊളിയായിട്ട് കാണാം. ബൈ.